അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. കണ്ടിന്യൂറ്റി ആൻഡ് ടോപ്പോളജിക്കൽ ഇക്വലൻസ്. കണ്ടിന്യൂറ്റി മെട്രിക് സ്പേസ് വരെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. മെട്രിക് സ്പേസ് വരെ എന്ന് പറയുമ്പോൾ റിയൽ അനാലിസിസിൽ നമ്മൾ മോഡുലസ് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ വെച്ചുകൊണ്ടാണ് കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. എന്താണ് കണ്ടിന്യൂറ്റി? നമ്മൾ പലതവണ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം എ ടു ആർ. ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ where a is a subset of r. Then f is continuous at a point c in a if for a given epsilon greater than 0 there exists, given means for any epsilon greater than 0, for a given epsilon greater than 0 there exists delta greater than 0 such that this delta greater than 0 such that മുകളിലോട്ട് എഴുതാം, സ്പേസ് അവിടെ ഉണ്ട്. Modulus x minus c less than delta where x not equal to c, that is x is in the neighborhood of c. Modulus x minus c less than delta എന്ന് പറയുമ്പോൾ for modulus x minus c less than delta means x is in the delta neighborhood of c. ഡൊമൈനിൽ ആ സി പോയിന്റ് ഉണ്ടല്ലോ, ആ സിയുടെ നൈബർഹുഡിലുള്ള ഏത് പോയിന്റും, ദാറ്റ് ഈസ് വേറെ അടുത്ത മോഡുലസ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ മീൻസ് മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. That is c minus delta less than x less than c plus delta. Okay, that means x belongs to open interval c minus delta c plus delta. അപ്പം ചുരുക്കത്തിൽ സി എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് പോയിന്റ് സിക്ക് ലെഫ്റ്റിലും റൈറ്റിലും കിട്ടും. കാരണം സിയുടെ ലെഫ്റ്റ് പോയിന്റുകളാണ് എക്സുകൾ സി മൈനസ് ഡെൽറ്റയ്ക്കും സിക്കും ഇടയ്ക്ക്. ഇവിടെ നമുക്കറിയാം ഓപ്പൺ ഇന്റർവൽ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ സിയുടെ നൈബർഹുഡ്, സി നടുക്കാണ്, റിയൽ ആണ്. അപ്പം വളരെ കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ ഡെൽറ്റ ഡിസ്റ്റൻസിൽ അവിടെ നൈബർഹുഡ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സി മൈനസ് ഡെൽറ്റ സിക്ക് ഇടയ്ക്ക് എക്സ് ഉണ്ടെങ്കിൽ അതും എടുക്കണം. സി പ്ലസ് ഡെൽറ്റയ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ സി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സൈഡിലാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സി പ്ലസ് ഡെൽറ്റ, അപ്പോൾ സി ടു സി പ്ലസ് ഡെൽറ്റ റൈറ്റ് ലിമിറ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ജനറലി സി എന്ന് പറയുന്ന അകത്തായിരിക്കാം. അപ്പോൾ ഇതിന് ഇടത്തോട്ടും പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നൈബർഹുഡിലെ പോയിന്റ്സ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ടു എനി പോയിന്റ് ഇൻ ദിസ് നൈബർഹുഡ്, ഏത് നൈബർഹുഡ് ഇങ്ങനെ അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ആദ്യം എപ്സിലോൺ ആണ് വരുന്നത്. തീർച്ചയായിട്ടും എഫ് പറയുമ്പം ഈ മാപ്പിംഗ് പോകുന്നതിനനുസരിച്ച് ഇവിടെ എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് സി കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു നൈബർഹുഡ് ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം എടുത്ത എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടു ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം. ഈ എക്സിലെ ഇമേജുകളെല്ലാം ഈ നൈബർഹുഡിനകത്ത് കിടക്കണം. ഇവിടെ സിക്ക് ഇവിടേക്ക് ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഈ സിയുടെ നൈബർഹുഡിലെ പോയിന്റിന് ആ ബ്രേക്ക് വരുന്നിടത്ത് ഇവിടെ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയി. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷൻ ഉണ്ടാകുന്നത്. ഫോർ മോഡുലസ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ താഴോട്ട് വന്നിരിക്കുന്നത്. എന്ത് സംഭവിക്കണം? മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. കൃത്യമായി ബാഡ്ലർ-ഷെർബട്ടിന്റെ പുസ്തകം നോക്കുക. കണ്ടിന്യൂറ്റി പറയുന്ന ഭാഗത്ത് ഇത് വരച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ലെസ് ദാൻ എപ്സിലോൺ ഇങ്ങനെ വരികയാണെങ്കിൽ then we say that f is continuous at c. അപ്പോൾ f is continuous on the domain a എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ എയിലെ ഓരോ പോയിന്റിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഓരോ പോയിന്റ് നമ്മൾ എടുക്കുന്നു, അതിന്റെ എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണമെന്നുണ്ട്. അങ്ങനെ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സിയെ കുറിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ എഫ് ഓഫ് സി അതൊക്കെ നമുക്ക് ആദ്യ ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷനിലേക്ക് വരുന്നത്. ഇത് കുറച്ചുകൂടെ അബ്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നൈബർഹുഡ് ആണ് മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ് ബിലോങ്സ് ടു സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എഴുതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ മോഡുലസ് മാറ്റുമ്പോൾ എന്ത് വരും? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി ആഡ് ചെയ്താൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ, ഇവിടോട്ട് എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ ഇങ്ങനെ വരും. എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. ഓക്കെ, അത് ഞാൻ എഴുതുന്നില്ല, മനസ്സിലാക്കുക. അപ്പം ഫോർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ, ആ കറസ്പോണ്ടിങ് ആ എക്സുകൾക്കൊക്കെ ഇമേജുകൾ ഈ പറയുന്ന എപ്സിലോൺ നൈബർഹുഡിൽ എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നൈബർഹുഡിൽ ഉണ്ടാവണം. എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. ഇതാണ് നമ്മൾ റിയലില് മോഡുലസ് വെച്ചുകൊണ്ട് സാധാരണ സെൻസിൽ പറയുന്ന കണ്ടിന്യൂറ്റി. ഇതിനെ നമുക്ക് മെട്രിക് സ്പേസ് കുറച്ചുകൂടി ജനറലൈസ് ചെയ്തു. മോഡുലസ് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ മെട്രിക്. പലതരത്തിലുള്ള മെട്രിക് സ്പേസുകളുണ്ട്, പല മെട്രിക്കുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മെട്രിക്കുകൾ മാറ്റി ഡിഫൈൻ ചെയ്യാം. അങ്ങനെ വരുന്ന സ്പേസിലേക്ക് വരുമ്പോൾ മെട്രിക് വെച്ചുകൊണ്ട് ഇക്വലന്റ് ആയിട്ട് വളരെ അടുപ്പത്തിൽ തന്നെ നമുക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കിയെടുക്കാം. അതെന്ത് ചെയ്താൽ മതി?
മോഡുലസ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ പറയുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ, ഈ എഫിന്റെ ഡൊമൈനും കോഡൊമൈനും വ്യത്യസ്തമായ മെട്രിക് സ്പേസുകളാകാം. അപ്പോൾ ഇൻ ജനറൽ അത് പറയുകയാണെങ്കിൽ എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രം, ഇവിടെ പറഞ്ഞിട്ടുണ്ടത് എക്സ് ടു വൈ, ഇവിടെ സൂചിപ്പിക്കാതെ എക്സ് ടു വൈ, വേർ എഫ് എക്സ് ഈസ് എ മെട്രിക് സ്പേസ് എക്സ് ഡി ഡി, വൈ മറ്റൊരു മെട്രിക് സ്പേസ് ആയിരിക്കാം, വൈ ഡി പ്രൈം ജനറലി. അപ്പോൾ ഈ കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യണം, ഈ മാപ്പിംഗ് ഇവിടെ തന്നെ നോക്കിയാൽ എഫ് ഫ്രം എക്സ് ടു വൈ. ദെൻ ഇതിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ അല്ലാണ്ട് ഇതുപോലെ വരണം, മോഡുലസ് എക്സ് മൈനസ് ഫോർ എ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, കാരണം കോഡൊമൈനിൽ പോയി. ഫോർ എ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta such that എങ്ങനെ ഉണ്ടാവണം, ഫോർ അത് നമ്മൾ കണ്ടിന്യൂറ്റി മെട്രിക് സ്പേസിൽ പറഞ്ഞാണ്, ഒന്ന് ഓർത്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. മോഡുലസ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ മോഡുലസ് ആവണമെന്നില്ല. therefore for d of xc less than delta, for d of xc less than delta, okay, that is മോഡുലസിലേക്ക് പോകുമ്പോൾ in particular മോഡുലസ് എക്സ് മൈനസ് സി, മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി വൈയിലാണ്. അവിടുത്തെ മെട്രിക് നമ്മൾ ജനറലി വേർണം വരാം. അപ്പോൾ ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്നുള്ള ജനറലൈസ് ചെയ്തു, ഇവിടെ മെട്രിക് ഡി പ്രൈം ആണ്. ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരിക. ഇത് നമ്മൾ മെട്രിക് സ്പേസിൽ കണ്ടിന്യൂറ്റി പറഞ്ഞാണ്. അവിടെ വരെ നമുക്ക് മെട്രിക് ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാണ്. ഇതേപോലെ തന്നെ അന്തരവും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആവുന്നതിന് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കും, നമ്മൾ സി എടുത്തതിന് പകരം ഇഫ് ആൻഡ് ഉള്ളി ഇഫ്. അപ്പോൾ ഇത് ബോളിലേക്ക് മാറ്റിയിരിക്കുന്നു. അതെങ്ങനെയാണ് ബോളിലേക്ക് മാറുന്നത്? നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഡി ഓഫ് എക്സ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബോളിലേക്ക് മാറാം. ഡി ഓഫ് എക്സ് സി ലെസ് ദാൻ ഡെൽറ്റയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോർ എക്സ് ബിലോങ്സ് ടു, എക്സ് വേരി ചെയ്യുന്നതാണല്ലോ സിയുടെ നൈബർഹുഡ്, എക്സ് ബിലോങ്സ് ടു ബി സി സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള ഡെൽറ്റ റേഡിയസിലുള്ള ബാളിലാണ്. ഇവിടെ രണ്ട് ഇതൊന്ന് മാറ്റാം, ഡെൽറ്റ കുറച്ചുള്ള, അപ്പോൾ ഡെൽറ്റ. അപ്പോൾ ഇവിടെ രണ്ട് മെട്രിക് ഉണ്ടായതുകൊണ്ട് ഇൻ പർട്ടിക്കുലർ ഡിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി ബിയുടെ സഫിക്സിൽ ഡി എന്ന് കൊടുക്കുക. ബി ഡി സി ഡെൽറ്റ. അപ്പോൾ എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു, കുറച്ചേറെ ഇവിടെ പ്രശ്നമായിട്ടുണ്ട്, എന്നാലും എക്സ് ആണെന്ന് മനസ്സിലാക്കി പോവുക. ഇത് എക്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫോർ എക്സ് ബിലോങ്സ് ടു ബി ഡി സി ഡെൽറ്റ എന്ത് സംഭവിക്കണം? ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ. അതിനെ എങ്ങനെ എഴുതാം? ഈ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞാൽ ഇത് ഒരു ബോൾ എടുക്കാം, സെൻട്രൈഡ് അറ്റ് എഫ് ഓഫ് സി ആൻഡ് റേഡിയസ് എപ്സിലോൺ. അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെയാണെന്ന് പറയാം, താഴോട്ട് എഴുതാം. എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി ഡി പ്രൈം, ഡി പ്രൈം സഫിക്സ് കൊടുത്തു, എഫ് ഓഫ് സി എപ്സിലോൺ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് മാറുന്നതെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സ് ബിലോങ്സ് ടു ബി ഡി സി ഡെൽറ്റ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി ഡി പ്രൈം എഫ് ഓഫ് സി എപ്സിലോൺ. ഇവിടെ അതിന് ഇക്വലന്റ് ആയിട്ട് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൾ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൾ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. ഇക്വലന്റ് ആണ് ഈ ബോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഡി ഓഫ് എക്സ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ബി ഡി സി ഡെൽറ്റ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി ഡി പ്രൈം എഫ് ഓഫ് സി എപ്സിലോൺ. അപ്പം ബി ഡി സി ഡെൽറ്റയിലുള്ള എക്സുകളുടെ ഇമേജുകൾ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ നമുക്ക് ഇതിനെ എഴുതാം. എന്താണ്? എക്സ്, ഈ ബി ഡി സി ഡെൽറ്റയുടെ എഫ് ഇമേജ്, ഇറ്റ് ഈസ് എഫ് ഓഫ് ബി ഡി സി ഡെൽറ്റ, എഫ് ഓഫ് ബി ഡി സി ഡെൽറ്റ ഈസ് എ സബ്സെറ്റ് ഓഫ് എന്ത്? ഡി സെറ്റ് ബി ഡി പ്രൈം. അതിന്റെ എഫ് ഓഫ് എക്സുകൾ ഇവിടെ കിടക്കുന്നത്. സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ബി ഡി സി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എക്സുകളുടെ എഫ് ഓഫ് എക്സുകൾ. അപ്പോൾ സബ്സെറ്റ് ഓഫ് ബി ഡി പ്രൈം ഓഫ് എഫ് ഓഫ് സി എപ്സിലോൺ. മനസ്സിലായോ? ഇങ്ങനെയാണ് കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ പോകുന്നത്. അതാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സി അല്ല എ വെച്ചുകൊണ്ടാണ്. ബി ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എ എപ്സിലോൺ ഇൻ വൈ സെന്റഡ് അറ്റ് എഫ് ഓഫ് എ. There is an open ball BD A delta in X centered at A such that f of BD A delta is contained in BD prime of f of A epsilon. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി കണ്ടിന്യൂറ്റി അറ്റ് എ ഫോർ എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഓൺ ടോപ്പോളജിക്കൽ സ്പേസസ് എക്സ് ആൻഡ് വൈ. അതാണ് നമുക്ക് വേണ്ടുന്നത്. ഇതുപോലെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. പക്ഷേ റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഈ ബോൾ എടുക്കാൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മെട്രിക് വെച്ചുകൊണ്ടാണ് ബോൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ബോളിന് പകരം അവിടെ വേറൊരു ടേം ഉണ്ട്, ഓപ്പൺ സെറ്റ്. ഇത് ഓപ്പൺ ബാൾ ആണല്ലോ, അപ്പോൾ ഓപ്പൺ സെറ്റ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി? അപ്പോൾ ബി ഡി സി ഡെൽറ്റയുടെ സ്ഥാനത്ത് നമ്മൾ ടോപ്പോളജിയിലെ ബോൾ എടുക്കും, യു.
അപ്പം ജനറലി പറയുമ്പോൾ ഓരോ ബോളിനും അതുപോലെ അപ്പം ഈ യു അപ്പോൾ എഫ് ഓഫ് യു സബ്സെറ്റ് ഓഫ് അപ്പുറത്ത് വേറൊരു ബോൾ വി. അപ്പോൾ ഏത് ബോൾ എടുത്താലും ഇങ്ങനെ സംഭവിക്കണം. അതാണ് ഈ ഡെഫിനിഷൻ മാറിയിരിക്കുന്നത്. ലെറ്റ് എക്സ് ടി ആൻഡ് വൈ ടി പ്രൈം ബി ടോപ്പോളജിക്കൽ സ്പേസസ് എഫ് ഫ്രം എക്സ് ടു വൈ എ ഫംഗ്ഷൻ ആൻഡ് എ പോയിന്റ് ഓഫ് എക്സ്. And f is continuous at a provided that for each open set v in y, അതാണ് ബി ഡി പ്രൈം ഓഫ് എഫ് ഓഫ് സി എപ്സിലോൺ. For each open set v in y containing f of a, f of x ഓരോന്ന് പറയും, f of c കണ്ടെയ്ൻ ചെയ്യുന്ന. There is an open set u in x containing a, അതാണ് ഈ പറഞ്ഞ ബി ഡി സി ഡെൽറ്റ, such that f of u subset of b. ഇവിടെ സിക്ക് വരെ a ആണ് ഡെഫിനിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. Function f is continuous if it is continuous at each point of its domain. ഇതാണ് നമുക്ക് ആദ്യം വരുന്ന ഇവിടെ ഉണ്ടാകുന്ന ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ സമയത്തും നമുക്ക് ആവശ്യം കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അതിന്റെ എൻ്റയർ ഡൊമൈനിലാണ്. നമ്മൾ ആ ഡെഫിനിഷൻ ആദ്യ ഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് ഓരോ പോയിന്റിലായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടലി ഡൊമൈനിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ നമുക്ക് പിന്നീട് തിയററ്റിക്കലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ കറക്റ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ആൾട്ടർനേറ്റ് ഡെഫിനിഷൻ ഉണ്ടാക്കിയെടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതാണ്. എപ്പോഴാണ് എഫ് കണ്ടിന്യൂസ് ബിറ്റ്വീൻ ടു ടോപ്പോളജിക്കൽ സ്പേസസ് എക്സ് ടി ആൻഡ് വൈ ടി പ്രൈം. ഇറ്റ് ഈസ് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഫോർ ഈച്ച് ഓപ്പൺ സെറ്റ് വി ഇൻ വൈ containing f of a, there is an open set u in x containing a, which is that f of u subset of v. അപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, എൻ്റെ ഡൊമൈനിലാണ് നമ്മളത് മനസ്സിലാക്കണം എല്ലായിടത്തും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫംഗ്ഷൻ f is continuous for all a in x means that for every open set, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ for every open set v in y and every point a with f of a in y, f of a in v, there is an open set ua, it is u എന്ന് പറഞ്ഞു, in x such with a in ua for every point പറഞ്ഞുകൊണ്ടാണ്. നേരത്തെ a എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചുകൊണ്ടാണ്. for every point a in ua f of ua subset of v. അപ്പോൾ f of ua subset of v എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വലന്റ് ആയിട്ട് മറ്റൊരു രീതി പറയാം, ua subset of f inverse of v. ഓക്കെ, this means that ua subset of f inverse of v എന്ന് പറയുമ്പോൾ എന്താ സംഭവം, യുഎയിലുള്ള ഏതെടുത്താലും അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, that is for f of a in v. f of a in v means a belongs to f inverse of v. അപ്പം f inverse of v യിലെ ഏത് a എടുത്താലും there exists an open set ua in x such that a in ua and ua subset of f inverse of v. Okay, for each point a in f inverse of v, f of a in v means a in f inverse of v, there exists open set ua such that a is in ua and ua subset of f inverse of v. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, f inverse of v എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആണ്. കാരണം അതിനകത്തുള്ള ഏത് പോയിന്റ് a എടുത്താലും അവിടെ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് f inverse of v യുടെ സബ്സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതല്ലേ ഓപ്പൺ സെറ്റ് ഡെഫിനിഷൻ. ഏത് പോയിന്റ് എടുക്കുമ്പോഴും അതിനകത്ത് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബാൾ വേണം. അപ്പോൾ എന്ത് സംഭവിച്ചു, f inverse of v ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് f കണ്ടിന്യൂസ് ഫോർ എവറി പോയിന്റ് എന്ന് പറഞ്ഞാൽ for each open set v in y f inverse of v is open in x. Okay, അങ്ങനെ പറയാം. അതാണ് ആൾട്ടർനേറ്റ് ഡെഫിനിഷൻ. A function f from xt to yt prime is continuous means that for each open set v in y f inverse of v is an open set in x. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോപ്പോളജിക്കലി മാത്രമേ ടേംസ് ഇവിടെ ഉള്ളൂ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഓപ്പൺ സെറ്റ് v in y means v is in the topology of x. For each v in the topology of x, f inverse of v is open. V is open in y means for each element v in t prime, that is yt prime topology element ആണ് open എന്നുള്ളത്. f inverse of v is open set in x means f inverse of v is in the topology of x. അപ്പൊ അത് പറഞ്ഞാൽ അപ്പൊ അതെവിടെയെങ്കിലും നമുക്ക് മെട്രിക് എന്നുള്ള ആശയം വരുന്നില്ല. ചുരുക്കത്തിൽ ടോപ്പോളജിക്കലി വെൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണിത്. അപ്പം വന്ന രീതി മെട്രിക് സ്പേസിന്റെ ഐഡിയ ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുവന്ന് നോക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. അപ്പോൾ a function f from xt to yt prime is continuous means that for each open set v in y f inverse of v is open in x. Okay.